വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോവയ്ക്ക മീൻകറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി ആണ് ചോറിനൊക്കെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഒരു 10-15 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതാ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് എല്ലതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ എല്ലതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ നന്നാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിലേക്ക് ഒരു മുളക്, ഒരു 3 ചെറിയ ഉള്ളി നന്നാക്കിയത് കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 2 കറിവേപ്പില. ഇനി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരണ വരെ ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വഴുതനങ്ങ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം അരച്ച് വെച്ച അരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോവയ്ക്ക ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മീൻകറി സ്റ്റൈലിലല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയൊരു പുളിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുടംപുളി ഇടാം. ഞാനിവിടെ ഒരു മാങ്ങ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്നും കൂടി ഒന്ന് നമ്മുടെ ഈ മാങ്ങയും ഈ കോവയ്ക്കൊക്കെ ഒന്ന് നന്നായി ഒന്ന് വേവുന്ന വരെ ഒന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്കയും മാങ്ങയൊക്കെ ചേർന്ന് നല്ലൊരു ചെറിയൊരു പുളി രസത്തിലൂടെയും പിന്നെ നമുക്ക് നമ്മുടെ മീൻകറി പോലെ നല്ലൊരു ടേസ്റ്റിലൂടെയാണ് ഈ കറി ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലൊരു താളിപ്പും കൂടി റെഡിയാക്കി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
2 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് മീൻ കറി പോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.